ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 19-ാം അധ്യായത്തിലെ കുഞ്ഞാടിൻ്റെ വിവാഹം എന്ന മനോഹരമായ പ്രതീകത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം കടന്നുപോയത്. കുഞ്ഞാടിൻ്റെ വിവാഹം എന്ന വളരെ സുന്ദരമായ പ്രതീകത്തിലൂടെ ദൈവജനവും ദൈവവുമായുള്ള ആ ബന്ധം, ആ സായുജ്യം ഇവിടെ വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ചും വിരുന്നിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. 17-ാം അധ്യായം മുതലുള്ള ബാബിലോൺ എന്ന ആ തിന്മയുടെ ആ പ്രതീകം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിൻ്റെ വിവരണമാണല്ലോ കണ്ടത്. അതോടൊപ്പം തിന്മയുടെ ഓരോ ശക്തികളും ഇല്ലായ്മ ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആ കൃപയുടെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ഈ കുഞ്ഞാടിൻ്റെ വിവാഹം എന്നത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ അധ്യായത്തിലെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്നത്തെ ക്ലാസ്സിൽ വെളിപാട് 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠനത്തിനും ധ്യാനത്തിനുമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാബിലോൺ എന്ന ആ വേശ്യയുടെ ഉന്മൂലനം ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ട് കാണാം. അതായത് ദൈവത്തിൻ്റെ വചനം വിശ്വസ്തവും സത്യസന്ധവുമാണ് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത്. ഇപ്പോൾ തിന്മയെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് കുഞ്ഞാട് കടന്നു വരുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ അതിനുപയോഗിച്ചിരിക്കുന്ന പ്രതീകം വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ഉദ്ധിതനായ ആ ക്രിസ്തുവിൻ്റെ പ്രതീകത്തിലൂടെയാണ്. 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അനന്തരം സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വെളിപാടിലെ ഓരോ വാക്യവും നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമായിട്ട് പഴയ നിയമ ഗ്രന്ഥത്തിലെ സൂചനകൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രന്ഥകാരൻ യോഹന്നാൻ തൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വചനഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം, ഇവിടെയുള്ള അർത്ഥം കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പല പഴയ നിയമ ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലുന്നതായിരിക്കും. ഇവിടെ തുടക്കത്തിൽ സ്വർഗം തുറക്കപ്പെടുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും നമ്മൾ സമാനമായിട്ടുള്ള രംഗങ്ങൾ കാണുന്നുണ്ട്. ആദ്യം സ്വർഗത്തിലെ വാതിൽ തുറക്കുന്നതായിട്ട് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പിന്നീട് ശ്രീകോവിൽ തുറക്കുന്നതായിട്ട് 11-ാം അധ്യായത്തിൽ ആ 7-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ നമ്മൾ കാണുന്നു. ഇവിടെ സ്വർഗം തന്നെ തുറക്കപ്പെടുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗം തുറക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് ദൈവിക വെളിപാടിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ട് വേണം നമുക്ക് എടുക്കുവാനായിട്ട്. ഇപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന ആ രംഗങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് എസെക്കിയേൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം തന്നെ ഉള്ള അവിടെയുള്ള ഒരു സൂചന നമുക്ക് കേൾക്കാം. 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇവിടെ ആ സ്വർഗം തുറക്കപ്പെട്ട് ദൈവം നൽകുന്ന ദർശനങ്ങൾ, അത് ദൈവജനത്തിനുള്ള ആ സന്ദേശങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ യേശയ്യായുടെ പുസ്തകത്തിൽ 64-ാം അധ്യായത്തിലും 1-ാമത്തെ വാക്യത്തിലും സമാനമായിട്ടുള്ള ഒരു പ്രയോഗം നമ്മൾ കാണുന്നു. 64-ാം അധ്യായം, കർത്താവ്
ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അപ്പോൾ ഇവിടെ ആകാശം തുറന്നു വരുന്ന, സ്വർഗം തുറന്നു വരുന്നതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യക്ഷമാണ്. ദൈവത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ചരിത്രത്തിലുള്ള ഇടപെടലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ കടന്നു വരുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം, അത് സുവിശേഷങ്ങളിലെ ക്രിസ്തുവിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. സുവിശേഷങ്ങളിൽ പൊതുവെ നമ്മൾ സൗമ്യനായ ക്രിസ്തുവിനാണ് കാണുന്നത്. രോഗികളെ സുഖപ്പെടുത്തുന്നവൻ, അശരണരുടെ ആശാകേന്ദ്രമായി വരുന്ന യേശുനാഥൻ, പിന്നെ ദേവാലയത്തിൽ അവിടുന്ന് തൻ്റെ ആ കോപം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുവെ സൗമ്യശീലനായ ക്രിസ്തുവിനെയാണല്ലോ നമ്മളോട് കാണുക. പക്ഷേ ഇവിടെ കടന്നു വരുന്നത് ഒരു കുതിരപ്പുറത്ത് കയറി വരുന്ന, ഒരു രാജകീയ ഭാവത്തിൽ കടന്നു വരുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമാണ്. ഇവിടെ അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില ബിംബങ്ങളൊക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ ഇവിടെ അന്ത്യവിധി നടപ്പിലാക്കാൻ വരുന്നവനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെളിപാടിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ചരിത്രത്തിലുള്ള ഇടപെടലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആ തിന്മയുടെ ശക്തികൾക്കെതിരെ ഇടപെട്ട് അതിനെയെല്ലാം പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി ഇവിടെ കടന്നു വരുന്ന ആ യേശുവിൻ്റെ ചിത്രം, വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്ന ഉദ്ധിതനായ ക്രിസ്തു. നാം വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവനെ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. മുദ്രകളുടെ ആരംഭത്തിൽ തന്നെ കാണുന്നത് വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവനാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചതാണ്. ചരിത്രത്തിൽ ഇടപെടുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചരിത്ര വിവരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനെ അവതരിപ്പിക്കുന്നു. അതായത് ഉത്ഥാനത്തിൻ്റെ ആ ശക്തി, ആ വെളുപ്പ്, ആ നന്മയുടെ ആ ശക്തി, അത് ചരിത്രത്തിൽ ഉടനീളം അത് യാഥാർത്ഥ്യമാകുന്നതാണ് അവിടെ വിവരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ ഉത്ഥാനപ്രഭയാൽ, തിന്മയുടെ ശക്തികളാൽ ഇരുൾ മൂടിയ ഈ പ്രപഞ്ചത്തെ പ്രകാശപൂരിതമാക്കുന്നത്. അപ്പോൾ തിന്മയുടെ നിഴലെല്ലാം മാറ്റി ഈ പ്രപഞ്ചത്തെ, ചരിത്രത്തെ മുഴുവൻ ദൈവീക ശോഭയാൽ പ്രകാശപൂരിതമാക്കുന്നതാണ് വിവരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒന്നാമത്തെ മുദ്ര തുറക്കുമ്പോൾ കടന്നു വരുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ആ പ്രതീകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ക്രിസ്തുവിനെ വീണ്ടും ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് ചരിത്രത്തിൻ്റെ ആ ഒരു പരിസമാപ്തിയായിട്ട് നമുക്കിതിനെ കാണാം. ഇപ്പോൾ ഇവിടെ വെളുത്ത കുതിര പുറത്ത് വരുന്നവൻ, നമ്മൾ വെളുപ്പിൻ്റെ ആ അർത്ഥം, പ്രാധാന്യം നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ഇതിലെ പ്രതീകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വെളുപ്പ് എന്ന് പറയുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ നന്മയുടെ പ്രതീകമാണ്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ, അവിടുത്തെ വിജയത്തിൻ്റെ പ്രതീകം തന്നെയാണ്. അപ്പോൾ ആ വെളുപ്പ് ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി വെളുപ്പ് വീണ്ടും പല രംഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. വെളുത്ത വസ്ത്രം ധരിച്ചവർ, 7-ാമത്തെ അധ്യായത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച 144,000 പേര് ദൈവസന്നിധിയിൽ ഇരുന്ന് കീർത്തനങ്ങൾ ആലപിക്കുക നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വെളുപ്പ് അവിടെ വിശുദ്ധിയുടെ, വിജയത്തിൻ്റെ, നന്മയുടെ ഒക്കെ പ്രതീകമാണ്. ഇനി ഇവിടെ കയറി വരുന്ന ആ ക്രിസ്തുവിൻ്റെ ചിത്രം, ഇവിടെ കടന്നു വരുന്ന ക്രിസ്തുവിൻ്റെ ആ ചിത്രം, യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള ആ ചിത്രം, അത് വെളിപാടിലെ മാത്രം ഒരാശയമല്ല, പ്രമേയമല്ല. അത് ബൈബിളിൽ, സുവിശേഷങ്ങളിൽ, പുതിയ നിയമത്തിലൊക്കെ പലയിടത്തും ഇതിന് സമാനമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ ക്രിസ്തു വിധി പ്രഖ്യാപിക്കുവാനായിട്ട് വരുന്നതിനെക്കുറിച്ച് പറയുന്നത്. മത്തായി 25:31 മുതലുള്ള വാക്യങ്ങൾ അവസാന വിധിയെക്കുറിച്ചുള്ള രംഗത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ
അവൻ തൻ്റെ മിശിഹായുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അപ്പോൾ എല്ലാവരും വിധിക്കുവാനായിട്ട് അവിടുന്ന് ഇവിടെ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 1 കോറിന്തോസ് 15-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിൽ അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു തൻ്റെ ശക്തിയിൽ മഹിമപ്രതാപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ തിന്മയുടെ ശക്തികളെല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് ആ നന്മയുടെ ദൈവരാജ്യം സംസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നമ്മൾ കാണുക. അതുപോലെ തന്നെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ആ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളും സമാനമായിട്ടുള്ള വിവരണം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വെളുപ്പ് ഈ പ്രപഞ്ചത്തിൽ സന്നിഹിതമായിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തിയാൽ ഈ പ്രപഞ്ചത്തിലുള്ള തിന്മകളെല്ലാം ഇല്ലാതാക്കി ദൈവം വാഗ്ദാനം ചെയ്ത ആ നന്മയുടെ രാജ്യം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വിവരിച്ചിരിക്കുന്നത് അവൻ വിശ്വസ്തനും സത്യവാനുമാണ് എന്നാണ്. വിശ്വസ്തനും സത്യവാനുമാണ്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അപ്പോൾ വിശ്വസ്തനെന്നും സത്യവാനെന്നും ഈ ഒരു പ്രയോഗം അത് ബൈബിളിൽ അപ്പോക്രിഫൽ ഗ്രന്ഥമായ 3 മക്കബായർ 2:11 കാണുന്ന ഒരു പ്രയോഗമാണ്. പിസ്തോസ് കായ് അലത്തിനോസ്, വിശ്വസ്തനും സത്യവാനുമായവൻ. അപ്പോൾ ഇവിടെ പശ്ചാത്തലം അന്ത്യോക്കസ് രാജാവിനെതിരെ വിധി നടപ്പാക്കി ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ തിന്മയുടെ സാമ്രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത് ആ ദൈവിക രാജ്യം യാഥാർത്ഥ്യമാക്കുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനം അത് പൂർത്തിയാകുമെന്നുള്ള ആ ഒരു ദൈവത്തിൻ്റെ ആ വിശ്വസ്തത അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് ആ ഒരു ഉറപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വിശ്വസ്തനും നീതിമാനും എന്നുള്ള പേര് പഴയ നിയമത്തിൽ അത് പൊതുവെ കർത്താവായ ദൈവത്തിന് യാഹ്വേക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ആ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 111:7 നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തനം 32:4 കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അപ്പോൾ ദൈവത്തെ നീതിമാനും വിശ്വസ്തനും സത്യസന്ധനുമായിട്ട് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. അതായത് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ അവിടുന്ന് പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇത് തന്നെ രാജാവിൻ്റെയും വിശേഷണമായിട്ട് ബൈബിളിൽ അവതരിപ്പിക്കുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ രാജാവിനെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് യെശയ്യാ 11:1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും, ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അപ്പോൾ അവിടെ ആ രാജാവിനെക്കുറിച്ച് പറയുമ്പോൾ ആ രാജാവിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സ്വഭാവവിശേഷണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതും നീതിയും വിശ്വസ്തതയും സത്യസന്ധതയും ഒക്കെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഈ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക സ്വഭാവവിശേഷത തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ക്രിസ്തു ദൈവത്തിനുള്ള വിശ്വസ്തതയും സത്യസന്ധതയും ഉള്ളവനാണ്. അവിടുന്ന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു. ഇനി ഇവൻ നീതിയോടെ വിശ്വസ്തയോടെ പടപൊരുതും എന്നുള്ളൊരു പ്രയോഗമുണ്ട്. പടപൊരുതും എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ഇപ്പോൾ പടപൊരുതും എന്നുള്ളത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല.
അത് അക്ഷരാർത്ഥത്തിലല്ല, അത് ദൈവം ആ തിന്മയുടെ ശക്തികൾക്കെതിരെ ഇടപെടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും ദൈവം ആ പുറപ്പാടിൻ്റെ വിവരണത്തിലുമൊക്കെ ദൈവം ആ തിന്മയുടെ ശക്തികൾക്കെതിരെ ഇടപെടുന്ന കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് പടപൊരുതുന്ന ആ ദൈവത്തിൻ്റെ ചിത്രമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ആ ബൈബിൾ ഭാഗം 1 Corinthians 15:24 ഈ ഒരു ആശയം തന്നെയാണ് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നമുക്ക് കാണാം. കർത്താവ് എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെയും കർത്താവ് വാഴേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പടപൊരുതും എന്നുള്ള ആ ഒരു പ്രയോഗം എടുക്കേണ്ടത് ആ തിന്മയുടെ ശക്തികൾക്കെതിരെ ദൈവം ഇടപെടുന്നു എന്നാണ്. അതാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ദൈവം ഒരു യുദ്ധം വരുന്ന വ്യക്തിയായിട്ടല്ല അവതരിപ്പിക്കുക. പഴയ നിയമത്തിൽ ഈ ഒരു ചിത്രം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ദൈവം തന്നെയാണ്, കർത്താവായ ദൈവം തന്നെയാണ് ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ട് ശത്രുക്കൾക്കെതിരെ പടപൊരുതുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുന്ന ദൈവം എന്ന് മാത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ അവിടുന്ന് പടപൊരുന്നത് എങ്ങനെയാണ് അവിടുന്ന് അവരെ പരാജയപ്പെടുത്തുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് 2 തെസ്സലോനിയൻസ് 2-8 വാക്യത്തിൽ ഞാൻ വായിക്കാം. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കും. അപ്പോൾ അവിടുത്തെ ആയുധം എന്ന് പറയുന്നത് വായിൽ നിന്നുള്ള നിശ്വാസമാണ്. നമ്മൾ പിന്നീട് കാണും അവിടുത്തെ അധരങ്ങളിലുള്ള വായിലുള്ള ആ ഇരുതലമൂർച്ചയുള്ള ആ വാൾ, ഖഡ്ഗം. അപ്പോൾ അവിടുന്ന് അന്ത്യദിനത്തിൽ രക്ഷ കൊണ്ടുവരും എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മളിവിടെ കാണുന്നു. അപ്പോൾ തൻ്റെ ആ ഇടപെടൽ വഴിയായിട്ട് അവിടുന്ന് രക്ഷ യാഥാർത്ഥ്യമാക്കുന്നു. ഇപ്പോൾ ഈ വെളിപാടിലെ അവസാന രംഗത്ത് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആ ഒരു ഇടപെടൽ വിവരിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് ശക്തികൾ, തിന്മയുടെ ശക്തികൾ യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ യുദ്ധത്തിനായിട്ട് ആളുകളെല്ലാം, രാജാക്കന്മാരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്നത് നമ്മൾ കാണുന്നു. വിശ്വാസികൾ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ കാണുന്നു. ഇനി അത് തന്നെ അതിന് സമാനമായിട്ടുള്ള വിവരണം നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ ആ പുനരാഗമനത്തിന് മുമ്പ് അവിടത്തേക്കെതിരായിട്ട് തിന്മയുടെ ശക്തികൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ തന്നെ മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്നതും അവിടെ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിലും അപ്പോക്കലിപ്റ്റിക് ബിംബങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ്, ആ ബിംബങ്ങൾ തന്നെയാണ് വെളിപാട് ഗ്രന്ഥത്തിലും നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ആ ബിംബങ്ങളുടെ പ്രതിധ്വനികൾ ഈ വെളിപാട് ഗ്രന്ഥത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ തിന്മയുടെ ശക്തികളെല്ലാം ക്രിസ്തുവിനെതിരായിട്ട്, ദൈവിക ശക്തിക്കെതിരായിട്ട് ഒരുമിച്ച് കൂടുന്നെങ്കിലും അതിനെതിരായിട്ട് ദൈവം ഇടപെടുന്നതാണ് ഈ വെളിപാടിലെ ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുക. ഇനി ഇവിടെ വിവരിക്കുന്നു, വെളിപാടിൽ ആദ്യ ദർശനം പോലെ തീജ്വാല പോലെ മിഴികളുള്ളവനും വായിൽ ഇരുവായ്ത്തല ഉള്ളവനുമായ ആ ക്രിസ്തുവാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ ചിത്രം നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് തീജ്വാല പോലെയുള്ള മിഴികളുള്ളവനും അവിടുത്തെ വായിൽ ഇരുതല മൂർച്ചയുള്ള വാളുള്ളവനുമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്തു, വിശ്വാസന സത്യവാനുമായ ക്രിസ്തു സഭകളെ മാനസാന്തരത്തിനായിട്ട് ക്ഷണിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത് 3-ാമത്തെ അധ്യായത്തിൽ സഭകൾക്കുള്ള കത്തുകളിലെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ആഹ്വാനം തന്നെയാണ്. അപ്പോൾ വിശ്വസ്തനും സത്യവാനുമായവൻ ജ്വലിക്കുന്ന കണ്ണുകളോടെ ഇരുവായ്ത്തല വാളുമായി ശത്രുക്കളെ വിധിക്കുവാനായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ വെളിപാടിൽ അവസാനം ഈ ഭാഗത്ത് വിവരിക്കുന്നത് ക്രിസ്തു
നീതിയോടെ വിശ്വസ്തയോടെ തൻ്റെ വിധി നടപ്പാക്കുവാനായിട്ട് വരുന്നു. തിന്മയുടെ ശക്തികൾക്കെതിരെ അവിടുന്ന് ഇടപെടുന്നതാണ് വിവരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ഇവിടെ നീതി നടപ്പാക്കുവാനായിട്ട് വരുന്നു. ഇനി മറുവശത്ത് നമ്മൾ ഇതുപോലെ യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന വേറൊരു കൂട്ടരെ കാണുന്നുണ്ട്. 7 കിരീടങ്ങളുള്ള സാത്താൻ ഭൂമിയിൽ തൻ്റെ അധികാരം ഉറപ്പിക്കാമെന്ന വ്യാമോഹമായിട്ട് വരും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ കിരീടം ധരിച്ചിരിക്കുന്നത് അത് അധികാരത്തിൻ്റെ ഒരു വ്യാജ അധികാരത്തിൻ്റെ പ്രതീകം തന്നെയാണ്. ഇനി ആ സാത്താനാകട്ടെ ജനിച്ച് വീഴുന്ന ഉടനെ തന്നെ മിശിഹായെ വിഴുങ്ങുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ ആ സ്ത്രീയുടെയും സർപ്പത്തിൻ്റെയും ആ വിവരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജനിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാനായിട്ട് ആ സാത്താൻ അവിടെ കാവൽ നിൽക്കുന്നത്. ഇനി ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിനെ വിഴുങ്ങുവാനായിട്ട് ശ്രമിക്കുന്നെങ്കിലും ആ ശിശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും അവിടെ കാണുന്നുണ്ട്. ഇനി ഈ യുദ്ധത്തിൽ ഇവിടെ സാത്താൻ ക്രിസ്തുവിനെതിരായിട്ട് ദൈവജനത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നെങ്കിലും അത് പരാജയപ്പെടുന്നതും ഉടനെ തന്നെ അവിടെ വിവരിക്കുന്നു. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലിൻ്റെ സൈന്യവും സാത്താൻ്റെ കൂട്ടാളികളും ചേർന്ന് യുദ്ധത്തിലേർപ്പെടുന്നത് വിവരിക്കുന്നുണ്ട്. അവിടെ സാത്താൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് വിവരിക്കുന്നു 12:7. അതായത് സാത്താൻ ദൈവത്തിനെതിരായി ദൈവിക ശക്തികൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നെങ്കിലും അതിന് വിജയിക്കുക സാധിക്കുന്നില്ല. അത് പരാജയപ്പെട്ട് താഴേക്ക് പതിക്കുന്നു എന്ന് ആരംഭത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അതായത് ഈ സാത്താന് ആത്യന്തിക ശക്തിയൊന്നുമില്ല എന്ന് നമ്മൾ കണ്ടു. 12-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു ആ സാത്താൻ്റെ പരാജയം എവിടെയാണ് അത് നടപ്പാകുന്നത്? യേശുവിൻ്റെ കുരിശിൽ തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ ആ കുരിശുമരണത്തോടെ സാത്താൻ്റെ തല തകർക്കപ്പെട്ടു. അതിനുണ്ടെന്ന് കരുതപ്പെടുന്ന ആ ആത്യന്തിക ശക്തി അത് ഇല്ലാതായി എന്ന് നമ്മൾ കാണുന്നു. ഇനി ശക്തിഹീനായ സാത്താൻ പിന്നെ യുദ്ധം ചെയ്യുവാനായിട്ട് വീണ്ടും തന്നെ സഹായിക്കുവാനായിട്ട് കൂട്ടാളികളെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ അവസാനം നമ്മളത് കാണുന്നുണ്ട്. ഭൂമിയിൽ ദൈവജനത്തിന് എതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് കടലിലെയും കരയിലെയും മൃഗങ്ങളെ കൂട്ടുപിടിക്കുന്നു. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതുപോലെ തന്നെ കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം. അപ്പോൾ അതെല്ലാം ആ തിന്മയുടെ ശക്തികളാണ്. അപ്പോൾ ഇതിനൊക്കെ കൂട്ടുപിടിച്ച് ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. പക്ഷേ അവസാന ഭാഗത്ത് വരുമ്പോൾ ആ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ തിന്മകളെല്ലാം പടിപടിയായിട്ട് പരാജയപ്പെടുത്തുന്നത്, തോൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ സാത്താൻ മൃഗവും വ്യാജപ്രവാചകനുമൊക്കെ രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടുന്നത് 16-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരെയെല്ലാം തോൽപ്പിക്കുന്നതും പിന്നെ ബാബിലോണിനെയൊക്കെ തകർക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ വെളിപാടിൽ ഈ 19-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ വിവരിക്കുന്നത് ഈ തിന്മയുടെ ശക്തികൾ ദൈവജനത്തിനെതിരായിട്ട് ക്രിസ്തുവിനെതിരായിട്ട് പോരാടുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നെങ്കിലും ക്രിസ്തു തൻ്റെ ശക്തിയാൽ, ഉദ്ധാന ശക്തിയാൽ ഇതിനെ എല്ലാം പരാജയപ്പെടുത്തുന്നത് ആണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുത്തുകയും ചെയ്യുന്നു. ഇനി 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, അവന് ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ്റെ മിഴികൾ തീനാളം പോലെ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനെ അവതരിപ്പിക്കുമ്പോൾ അവന് 7 കണ്ണുകളുള്ളതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, സർവ്വജ്ഞാനമുള്ളവൻ. ഇനി അവന് തീ പോലെ ജ്വലിക്കുന്ന ആ കണ്ണുകൾ. അപ്പോൾ തീ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ എന്തിനുള്ളതാണ്? അത് ഹൃദയങ്ങളെ വിവേചിച്ചറിയുവാനായിട്ടുള്ളതാണ്. അപ്പോൾ മനുഷ്യഹൃദയത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള തിന്മയുടെ അംശങ്ങളെയെല്ലാം വേർതിരിച്ച് അറിയുവാൻ കഴിവുള്ളതാണിത്. അപ്പോൾ അവിടുത്തെ ആ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് തിന്മയുടെ എല്ലാ അംശങ്ങളും കണ്ടെത്തുവാനായിട്ട്, അതിനെ നശിപ്പിക്കുവാനായിട്ട് അവിടത്തേക്ക് സാധിക്കുന്നു. അഗ്നി
ശുദ്ധീകരിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആ തിന്മയെല്ലാം നശിപ്പിച്ച് മനുഷ്യഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് അത്. അപ്പോൾ യേശുവിൻ്റെ ആ മിഴികൾ, തീനാളം പോലെയുള്ള മിഴികൾ ഹൃദയങ്ങളിൽ ചൊഴിഞ്ഞിറങ്ങി അത് നവീകരിക്കുവാനായിട്ട് ആരാധന സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറൊരു അർത്ഥം കൂടി പറയുന്നുണ്ട്. അത് സ്നേഹത്താൽ ജ്വലിക്കുന്നതായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹത്താൽ ജ്വലിക്കുന്ന അവിടുത്തെ കണ്ണുകൾ. അപ്പോൾ ഈ ജ്വലിക്കുന്ന സ്നേഹം തന്നെയാണ് ചരിത്രത്തിൽ ഇടപെട്ട് തിന്മയെ ഉന്മൂലനം ചെയ്യുവാൻ കാരണമാകുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ സത്യവും വിശ്വസ്തതയും യേശുവിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നു. ദൈവജനത്തിനായി ഈ സ്നേഹം ചരിത്ര നവീകരണത്തിൽ യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ചരിത്രത്തെ നവീകരിക്കുന്നു. ഒരു പുതിയ യാഥാർത്ഥ്യം ഇവിടെ സാക്ഷാത്കൃതമാകുന്നതും വിവരിക്കുന്നു. ഇനി ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ, ഈ കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്ന മറ്റ് കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.